വെൽക്കം ടു നാച്ചുറൽ നെസ്റ്റ്. ഇന്ന് നമ്മൾ ആറ്റിൽ കുറച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. നല്ല ഭംഗിയുള്ള ആറാണ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാം. ഈ പാറയിൽ നിൽക്കുന്ന ചെറിയ ചെറിയ പുല്ലുകൾ അത് നമുക്ക് കളക്ട് ചെയ്യാം. അത് നമുക്ക് ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാനൊക്കെ ഉപകരിക്കും. ഇത് പാറ നിൽക്കുന്ന കാരണം അധികം മണ്ണോ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ. അത് കാരണം ഇത് കളക്ട് ചെയ്യണം. ഇത് ഒത്തിരി ഇവിടെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈ ഷെല്ല് പോലത്തെ ഇത് കണ്ടോ, ഇത് നമുക്ക് എടുക്കാം. നമുക്കിത് ഉപകാരപ്പെടും. നമ്മളൊരു ടെറർ ഉണ്ടാക്കിയപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അടുത്തതിന് ഉപയോഗിക്കും. ഇങ്ങനത്തെ കുറച്ച് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഈ വെള്ള കളറുള്ള പ്ലാന്റ് കളക്ട് ചെയ്യുകയാണ്. അത് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ആറിൻ്റെ തീരത്തുള്ള ഒരു പച്ച കളറിലിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന ഒരു പുല്ല് വർഗ്ഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് നീല പൂവും കൂടിയാണ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒത്തിരി ഉണ്ട്. എല്ലാ പ്ലാന്റ് പോലെ കണ്ടതും ഇവിടെയുണ്ട്. ഈ വയലറ്റ് പൂവുള്ളത് നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ ഒരു പായലും ഉണ്ട്. അതും നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ നിറയെ പാറക്കല്ലുകളുണ്ട്, കുഞ്ഞിതായിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനകത്ത് കുറേ വെള്ളാരം കല്ലും ചെറിയ നല്ല റൗണ്ട് ഷേപ്പുള്ള കുറേ കല്ലുകളൊക്കെ കളക്ട് ചെയ്യാം. അതിൻ്റെ തീരത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മരനിപ്പുണ്ട്. അതിനകത്ത് കുറേ മോസും, പക്ഷെ അതിനകത്തേക്ക് വലിയ ഗുഹ പോലെയാണ് കേട്ടോ. പിന്നെ പാമ്പുണ്ടോന്നൊന്നും അറിയില്ല. ഞങ്ങളെന്നാലും അതിൽ നിന്നുള്ള മോസ് കളക്ട് ചെയ്യാണ്. ആ മരത്തിൻ്റെ വേരുകൾ പോയേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ വളഞ്ഞ് ഒരു പ്രത്യേക രീതിയിലാണ്. അതിനകത്ത് മറച്ച് പായലിങ്ങനെ നിൽക്കുക. ഇത് പാറയിൽ നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. ഇത് ഉണങ്ങിയിരിക്കുകയാണ്. ഇത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം. ഇതങ്ങനെയൊന്നും പോകില്ല എന്ന് തോന്നുന്നു. നല്ല ഉറച്ചിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ കളക്ട് ചെയ്യട്ടെ കുറച്ച്. ഇവിടെ ഒത്തിരി നിപ്പുണ്ട്.